ഇന്ന് ഭരിക്കുന്ന സർക്കാർ, പിണറായി സർക്കാർ ചെയ്തു വരുന്ന സകല കാര്യങ്ങളും നല്ല കാര്യമായിട്ട് അതിനെ കാണാൻ ശ്രമിക്കണം. യോഗ തന്നെ ആദ്യം വന്നപ്പോൾ കുറെ പേര് എതിർത്തവരുണ്ട്. ഇപ്പോഴത്തെ ഒരു ഡെയിലി ലൈഫിൽ ഏറ്റവും അത്യാവശ്യകരമായിട്ട് ഒന്നാണ് ഈ സൂംബ എന്ന് പറയുന്നത്. മതാടിസ്ഥാനത്തിലുള്ള വിവാദമാണല്ലോ സത്യത്തിൽ നടക്കുന്നത്. സൂമ്പ് കളിക്കുമ്പോൾ സാരി കൊടുത്തോണ്ട് സൂമ്പ് കളിക്കാൻ പറ്റൂല. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? എന്ത് കാര്യം വന്നാലും വിവാദം വരുമല്ലോ. ഒരു സ്കൂളുകളിലും അങ്ങനെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ പാടില്ല. ലഹരി അതാണ് നോട്ട് എ ക്യൂർ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവരും ആവണമെന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ സംസ്കാരത്തിന് വിപരീതമാകുമ്പോഴത്തേക്ക് അത് നടത്താൻ പാടില്ല. സ്ത്രീകളെ ഇങ്ങനെ മുന്നോട്ട് വരുന്ന എന്ത് സ്റ്റെപ്പ് വന്നാലും ഇവർക്കതൊരു ടോപ്പിക്കാണ്. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ മുഴുവൻ 99% ഡ്രഗ്സ് അത് ഇത് എന്നുള്ളത്. ഈ സുബ ഡാൻസ് എന്ന് പറയുന്നത്, സുംബ എന്നുള്ളത് ഒരു മോശപ്പെട്ട പേരല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സൂംബ ഡാൻസ് കേരളത്തിലെ സ്കൂളുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിനെ അനുകൂലിച്ചും വിമർശിച്ചും ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാനിടയുണ്ടായി. ഒരുപാട് മതസംഘടനകളും അല്ലാത്ത സംഘടനകളും ഒക്കെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ചാനൽസിലും പത്രങ്ങളിലും വരുന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്താണ് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാൻ നമുക്കൊരു വഴിയില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ക്യാമറ എടുത്ത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്കറിയണ്ടേ? സോ കാണാം. വേറൊന്നുമില്ല. ആക്ച്വലി എന്താ ഈ സൂമ്പ ഇപ്പൊ ഇപ്പോഴത്തെ അധ്യയന വർഷത്തിലുണ്ട് മിക്ക സ്കൂളുകളിലും. സ്കൂൾ അവസാനത്തെ പീരീഡെങ്കിലും ഇതൊരു സൂമ്പ പേര് ഭയങ്കര വിവാദമാക്കും. ഇതിങ്ങനെ ഇപ്പൊ പറഞ്ഞ ഒരു അല്പവസ്ത്രധാരികൾ അതും പിന്നെ ആൺ പെണ്ണ് ഒരുമിച്ച് നിൽക്കുന്ന ഇതൊക്കെ ഇത്രയൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്? ശരിക്കും അത്ര മോശപ്പെട്ടാണ് സൂമ്പ? എന്താ തോന്നുന്നത്? സ്കൂളുകളിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ ഒരു ജെൻഡർ വേർതിരിവിന്റെ ആവശ്യമില്ല. ഇപ്പൊ യൂണിഫോമുകളാണെങ്കിലും ഇപ്പൊ ജെൻഡർ ന്യൂട്രലാക്കി വരികയാണ്. അത്രയും പ്രോഗ്രസീവ് ആയിട്ട് നമ്മളെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പുതിയൊരു ജനറേഷൻ വളർന്നു വരിക, വീണ്ടും അതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. സൂമ്പ വേണ്ടെന്നാണോ? വേണം. നമ്മളെ ഒരു ഇപ്പോഴത്തെ ഒരു ഡെയിലി ലൈഫിൽ ഏറ്റവും അത്യാവശ്യകരമായിട്ട് ഒന്നാണ് ഈ സൂംബ എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളായാലും അഡൾട്ട്സ് ആയാലും ഏജ് ഉള്ളവരായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതും സിമ്പിളായിട്ട് അവരെ കൊണ്ട് അവരെ ഹെൽത്തും അവരുടെ മെന്റൽ ഹെൽത്തും എല്ലാം നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിപ്പോ സ്കൂളിൽ വരുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല. എന്തോ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. ഇത് അനാവശ്യകരമായ ഒരു വിവാദമാണ്. ഇപ്പൊ പിന്നെ ഒരു ഡ്രസ്സിന്റെ കാര്യം പറയേണ്ട, അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണമെന്നും അത് ആരുടെ കളിക്കണമെന്നൊക്കെ ഉള്ളത് അത് ഓരോരുത്തർ ഇഷ്ടം കണക്കായിരിക്കും ഇരിക്കുന്നത്. സ്കൂളിലെ യൂണിഫോമാ അല്ലേ? അതെ, സ്കൂളിലൊക്കെ യൂണിഫോം ആണല്ലോ. അത് അവര് മാറ്റുവാണെങ്കിൽ സ്പോർട്സ് വെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വൃത്തിയുടെ ഡ്രസ്സൊന്നും അല്ല. അത് ഓരോ കുട്ടികൾക്ക് കംഫർട്ട് ആണെങ്കിൽ അതനുസരിച്ച് അവർക്ക് ഇട്ട് ചെയ്താൽ മതിയല്ലോ. ഈ ടോപ്പിക് എന്നല്ല, മറ്റെന്ത് ഇത്തരം വിഷയങ്ങൾ വന്നാലും ഇവര് സ്റ്റേജിൽ കയറി പെൺപിള്ളേര് അവാർഡ് വാങ്ങിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള എന്ത് പെണ്ണുങ്ങളെ സ്ത്രീകളെ ഇങ്ങനെ മുന്നോട്ട് വരുന്ന എന്ത് സ്റ്റെപ്പ് വന്നാലും ഇവർക്കതൊരു ടോപ്പിക്കാണ്. ഇവർക്കത് എന്നും ഒരു ടോപ്പിക്കാണ്. ഇവർക്ക് എന്നും ഒരു ടോപ്പിക് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ടോപ്പിക് ആക്കും. കാരണം ഇവർക്ക് റെലവൻസ് വരുന്ന വളരെ ചില സമയങ്ങൾ ഇതൊക്കെയാണല്ലോ. പണ്ടത്തെ കണക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ചിലപ്പം കുറച്ച് സയന്റിഫിക്കലി ഇതിങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ ഇപ്പൊ സയൻസ് പിടിക്കലും ഉണ്ട് ഇവർക്ക്. അപ്പോ അതായത് സ്യൂഡോ സയൻസ് ആണ്, നമുക്ക് കേട്ടാ പൊട്ടത്തരാന്ന് മനസ്സിലാവും. പക്ഷെ സയൻസ് പറഞ്ഞില്ലെങ്കിൽ ഇക്കാലത്ത് അതൊരു വാലിഡ് പോയിന്റ് ആക്കാൻ അവർക്ക് പറ്റത്തില്ല, അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒക്കെ ഒരു എവിടെയെങ്കിലും കേൾക്കുന്ന സയൻസ് ഇവരുണ്ടാക്കിയ സയൻസ് ഒക്കെ കൊണ്ടുവരും. നല്ല കാര്യമാണെന്നാണ് പേഴ്സണലി എന്റെ ഒപ്പീനിയൻ. കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും സ്കൂളിൽ തന്നെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ. അവരുടെ ബോഡി പിന്നെ അവരുടെ എനർജിക്കൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഒരിക്കലും നെഗറ്റീവ് ആവാൻ സാധ്യതയില്ല. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് പേര് സുംബ ക്ലാസ്സിൽ ചേരുന്നുണ്ടല്ലേ. പേഴ്സണലി ഞാനും അത് ചേരാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ അത് സ്കൂളിലേക്കും കൂടെ വരികയെന്ന് പറഞ്ഞാൽ എന്തായാലും നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തന്നെ കുട്ടികളെല്ലാം അറിഞ്ഞ് വളരുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അല്ലാതെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ മുഴുവൻ 99% ഡ്രഗ്സ് അത് ഇത് എന്നുള്ളത് ആണ് എല്ലാരും പോകുന്നത്. മോശമായിട്ട് പറയാനില്ല. കാരണം ഇത് ഹെൽത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരുടെ ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പം എന്തുകൊണ്ട് നല്ലതാണ് സൂംബ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം പിള്ളേർക്കാണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കുറച്ച് ഒരു നല്ലതാണ് അവർക്ക്. ഒന്നാമതെ ഒരു സ്ട്രെസ് എൻവയോൺമെന്റിലായിരിക്കും പഠിച്ചിങ്ങനെ വരുന്നത് പിള്ളേർ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു പീരീഡ് ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ ബോഡിയാണ് നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. വേറെ ആർക്കും അത് പറ്റത്തില്ല. നമ്മൾ മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ടും ചെയ്യാം, മര്യാദക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടും ചെയ്യാം. ആ ഡ്രസ്സ് ഇട്ട് മാത്രമേ സൂംബ ചെയ്യാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞു. യൂണിഫോം അല്ലേ ഇടാൻ പറ്റും, നോർമലി അല്ലേ സ്പോർട്സ് വെയർ അല്ലേ?
നമുക്ക് CBSE സ്കൂളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് ആൻഡ് ട്രാക്ക് പാന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം നമ്മുടെ ഇതിലേക്ക് ഗവൺമെന്റ് സ്കൂൾസിലാണെങ്കിലും കൊണ്ടുവന്നാൽ അത് നല്ലതാണ്. ഇതിനെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ മതി. എല്ലാവരും ഈ മയക്കുമരുന്നിന്റെ ഒക്കെ ഒരു ലഹരിയുടെ ഒക്കെ ഇതിലേക്ക് പോകുമ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടൊരു വഴിയായിട്ട് അതിനെ കണ്ടാൽ മതി. കാലം ഒരുപാട് മാറി. നമ്മൾ പണ്ട് ഇപ്പോൾ 90s കിഡ്സ് 2K കിഡ്സ് എന്നുള്ള വേർതിരിവ് വരാൻ തന്നെ കാരണം കാലഘട്ടം മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനുള്ള മാറ്റം അംഗീകരിച്ച് പോകാൻ കഴിയാത്തവർ ഒന്നെങ്കിൽ ഇത് ഉൾക്കൊള്ളാതെ നിൽക്കുന്നവരാണല്ലോ ഈ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അവർ മാറുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല. മതാടിസ്ഥാനത്തിലുള്ള വിവാദമാണല്ലോ സത്യത്തിൽ നടക്കുന്നത്. ഒരു അവരുടെ എന്നാ പറയുന്നത് പേടിയാണ്, ചിലർക്ക് ഭയങ്കര ഭയമാണ്. നാട് പുരോഗമിച്ചു പോകുമെന്നുള്ള ഭയമാണ് ഇന്ന് നാട്ടിലുള്ളത്. അത് അത്തരം ആളുകൾ എന്നാ പറയുന്നത് ഇപ്പോഴും ഒരു മൂഢസ്വർഗത്തിലാണ്. അതിന്ന് പുറത്തു വരാത്ത അവരുടെ അപജയമായിട്ട് അവർ മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെല്ലാം നമ്മുടെ കേരളം തോൽപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനെ ഒരു തരത്തിലും ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഒരു അവർ മാറ്റിവെക്കാൻ മുന്നേ ചെയ്യണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇച്ചിരി ലേറ്റ് ആയി പോയോ എന്നുള്ള സംശയം മാത്രമേ സത്യത്തിൽ ഉള്ളൂ. കാരണം ഒരു ആഭാസ ഡാൻസ് ഒന്നുമല്ല. പക്ഷെ ഇത് ഈ സ്കൂളുകൾ വേണം. നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നൊരു എന്റെ അഭിപ്രായത്തിൽ മികച്ച ഒരു ഡിസിഷൻ ആയിരുന്നു. എതിര് അഭിപ്രായം വരണമെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട എന്റെ ഒരു പറഞ്ഞപ്പോ നമ്മളിപ്പോ സൂംബ ക്ലാസ്സിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അതൊക്കെ ഫൈൻ. എന്നും പറഞ്ഞ് സൂംബ കളിക്കുമ്പോ സാരി കൊടുത്തോണ്ട് സൂംബ കളിക്കാൻ പറ്റൂല. അത് ബേസിക്കലി നമ്മുടെ ഒരു ഒപ്പീനിയൻ വെച്ചെന്നുള്ളൂ. പക്ഷെ അത് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് എനിക്കൊരു മാറ്റണമെന്നില്ല. അവരുടെ കരിയർ വെച്ച് ഗ്രോത്ത് ചെയ്തുള്ളൂ. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. എനിക്ക് പേഴ്സണലി തോന്നുന്നത് സ്പോർട്സ് ഒക്കെ നമ്മുടെ സ്കൂളുകളിലായാലും കുറച്ചുകൂടെ ഇതായിട്ട് വരണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതെ, നമ്മള് ഇപ്പൊ കേൾക്കുന്ന കുറെ വാർത്തകളാണ്, ഇപ്പൊ നമ്മളെ മീഡിയസിൽ കൂടെ കേൾക്കുന്നതാണ്. ഡ്രഗ്സിലായാലും ഒരു രീതി കുട്ടികൾ അതിൽ അഡിക്റ്റഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ സ്പോർട്സിലോട്ട് തന്നെ നമ്മുടെ കുഞ്ഞിലെ ആ മൈൻഡ് സെറ്റ് അതിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുമ്പോ നമ്മളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? കുറച്ചുകൂടെ സ്പോർട്സിലായിട്ടായിരിക്കും നമ്മൾ ഇൻവോൾവ് ചെയ്ത് വളർന്നു വരുന്നത്. ഇല്ല അത്ര വലിയ കുഴപ്പം പിടിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലത് തന്നെയാണ്. ഇപ്പം പഠിത്തം എന്ന് പറയാൻ അത്യാവശ്യം സ്ട്രെസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനിടെ കൂടെ അവർക്കും കുറച്ചൊരു എന്റർടൈനിങ് ആയിരിക്കും. അവർക്ക് ഫിസിക്കലി അവർ കുറച്ച് ഓക്കെ ആവും. ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. ഇത്രയും കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല. സൂംബ ഡാൻസ് അല്ലേ, നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സ്കൂളിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അനാവശ്യമായ വിവാദങ്ങളൊക്കെ എന്ത് കാര്യം വന്നാലും വിവാദം വരുമല്ലോ, അത്രയായിട്ട് കണ്ടാൽ മതി. ഇത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും. അല്പവസ്ത്രം, സ്കൂൾ യൂണിഫോം അല്പവസ്ത്രം അല്ലല്ലോ, നല്ല യൂണിഫോം. പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കുന്നോണ്ട് സൂംബയ്ക്ക് എന്താ പ്രശ്നം? ഇപ്പൊ നമ്മൾ എന്ത് ഡ്രസ് ഇട്ടാലും എന്ത് ചെയ്യാലും സേഫ് ആയിട്ടിരിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വമാണ്. അത് അവരവരാണ് അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതിനിപ്പോ ഈ ഡ്രസ്സിങ്ങിലും സൂംബ നടത്തുന്നതിലൊന്നും ഒരു വിഷയമില്ല. എന്റെ അഭിപ്രായം അനുസരിച്ച് അത് ഗുഡ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ചേർന്നും കൊണ്ടല്ല, പിള്ളേർ എപ്പോഴും പഠിക്കുമ്പോൾ സ്ട്രെസ് ഇല്ലല്ലേ. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോൾ സ്ട്രെസ് റിലീഫ് ആണ്. അപ്പം അതുകൊണ്ട് ഷോർട്ട് ഡ്രസ് ഇട്ടൊന്നും നിർബന്ധമില്ലല്ലോ, സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. യൂണിഫോമിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആവശ്യമില്ലാണ്ട് ഓരോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സുംബോ ഡാൻസ് ആയാലും തന്നെ പൊതുവെ സ്കൂളുകളിലെല്ലാം വന്നിട്ട് ഈ കലാകായികപരമായിട്ടുള്ള എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം ഇത് കാണാനായിട്ട്. ഇതെല്ലാം ഏകദേശം ഉള്ള മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇതൊരു മറ്റ് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെയൊക്കെ അറിവില്. കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പൊ പല സ്കൂളുകളിലും ഇതിപ്പോഴും തുടങ്ങിയത് വലിയൊരു കാര്യമാണ്. കുട്ടികൾക്കായാലും ശരി, മുതിർന്നവർക്കായാലും ശരി തന്നെയാണ്. ഇത് നല്ലൊരു കാര്യമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. വിവാദമൊക്കെ ആക്കുന്നത് എന്തിനാണ്? വിവാദമാക്കുന്നത് പലർക്കും രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകളുണ്ട് ഇതിലെ. കാരണം ഇടതുപക്ഷം ഇന്ന് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അത് ഇടതുപക്ഷം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇടതുപക്ഷം ഇന്ന് ഭരിക്കുന്ന സർക്കാർ, പിണറായി സർക്കാർ ചെയ്തു വരുന്ന സകല കാര്യങ്ങളും നല്ല കാര്യമായിട്ട് അതിനെ കാണാൻ ശ്രമിക്കണം. അതിനെ വിമർശനപരമായിട്ട് മറ്റൊരു എതിർപ്പ് കൊണ്ടുവന്ന് ഈ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത്, സുംബ എന്നുള്ളത് ഒരു മോശപ്പെട്ട പേരല്ല. സുംബ ഡാൻസ് എന്ന് പറയുന്നത് മോശപ്പെട്ട പേരല്ല. നമ്മളെല്ലാം എന്തെല്ലാം ഡാൻസുകളുണ്ട് കുട്ടികൾക്ക്. യോഗ തന്നെ ഒരു ഇതുപോലുള്ള പരിപാടിയാണത്. യോഗയിൽ എന്തുമാത്രം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. യോഗ എവിടെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ചെയ്യുന്നില്ലേ? ഈ മീശത്ത് ചെയ്യുന്നില്ലേ? ഇത് നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ കാണുന്നത്. കുറച്ചും കൂടെ വിപുലമായിട്ട് ഇത് ചെയ്തു പോകണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ഇപ്പം ഭരിക്കുന്നവർക്ക്, ഈ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പബ്ലിസിറ്റി നേടേണ്ട ഒരു കാര്യമില്ല.
ഇന്ന് വരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കൊരു അവർക്കൊരു എന്റർടൈൻമെന്റും അതുപോലെ തന്നെ അവർക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന രീതിയിലാവും. പിന്നെ ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ അല്പവസ്ത്രം അതൊരു നമുക്ക് എടുത്തു പറയാൻ പറ്റിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി ഒരു നല്ല കാര്യമാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് വരുന്നത്. എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. ആക്ച്വലി സൂംബ എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്കൽ എക്സസൈസ് ആണ്. ഒരു കാർഡിയാക് ഫിസിയോ ബേസിസിൽ പറയുവാണെങ്കിൽ കാർഡിയാക് ഹാർട്ടിന് നല്ലതാണ്. മെഡിക്കൽ ഫീൽഡാണ്. അപ്പം അങ്ങനെ ആ ബേസിസിൽ പറയുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഡ്രഗ് കഴിച്ചിട്ട് ചെയ്യുന്നത് അവരവരുടെ ബോധമില്ലാതെ കിടന്ന് തുള്ളുന്നതും അതും ഇതും രണ്ടും രണ്ട് കാറ്റഗറി പെട്ട സാധനങ്ങളല്ലേ. സുംബ എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ട്രെസ് റിലീഫും കൂടെയാണ്. വിവാദത്തിന് അതിനൊരു പ്രസക്തി ഇല്ല, വിവാദത്തിന്റെ പാട്ടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒത്തിരി സ്കൂളുകളിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഷോർട്സ് ടൈപ്പ് ഉള്ള ഡ്രസ്സുകളാണ് യൂണിഫോം ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം അത് വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്കൂളുകളിലും അങ്ങനെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ പാടില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല. ലഹരി അതാണ് സൂമയും ഡ്രഗ്സും അവർ ചെയ്യും, രണ്ടും ചെയ്യും. അതാണ് ഇറ്റ്സ് നോട്ട് എ ക്യൂർ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആകത്തില്ല. മനസ്സിലായോ? സൂമയും കാണും, മറ്റേതും കാണും. മുമ്പ് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരെണ്ണം വരും. അടുത്ത വിവാദം വരുമല്ലേ? അടുത്ത വിവാദം വരും. ആക്ച്വലി നല്ലതാണ്, ഞാൻ നല്ലതെന്നേ പറയത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് വന്ന് ഗ്രൗണ്ട് കുറവാണ്. ഇപ്പം ബിൽഡിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് സ്കൂളുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സ്കൂളുകളുണ്ട്, ഗ്രൗണ്ട് സ്പേസ് കുറവാണ്. അപ്പം ഈ സൂംബ ക്ലാസ് എന്തായാലും വരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇത് വരുന്നുണ്ട്, പെൺകുട്ടികൾ ഒരുമിച്ച് കളിക്കുമ്പോൾ അത് ശരിയാവത്തില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പറയുന്നവരുണ്ട്. അതിപ്പോ അത് പണ്ടത്തെ ജനറേഷനാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൂംബ ഡാൻസ് നല്ലതാണ്. നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൊണ്ടുവരാൻ തീരുമാനം ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ ക്ലാസ് കൊടുക്കും. മീൻസ് ഓരോ സെക്ഷൻ ആണുങ്ങൾക്ക് വേറെ സെക്ഷൻ ഗേൾസിന് വന്നിട്ട് കൊടുക്കണായിരിക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വ്യായാമം നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല കാര്യം. നല്ലതാണ്. നല്ല ബോഡി വ്യായാമം നന്നായിട്ട് കിട്ടും. പിന്നെ നല്ല എന്റർടൈൻമെന്റ്, മൈൻഡ് നല്ല ഫുള്ള് ഓക്കെ ആവും. എക്സസൈസ് വിത്ത് ഡാൻസ് ആണ് സൂംബ. അപ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു റിലാക്സ്മെന്റ് മൈൻഡിലും ബോഡിക്കും. ഇന്നാള് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ആൾക്കാർക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ അവരും ആവണമെന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. കുറെ നമ്മുടെ സമൂഹത്തിൽ കുറെ ആൾക്കാരില്ലേ, അത് തന്നെ ചെയ്യണം, നമ്മൾ വിചാരിക്കുന്നത് ശരിയാവും എന്നുള്ള മെയിൻ പ്രോബ്ലം ആണ്. സംസ്കാരത്തിന്റെ വിപരീതമാണത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന് വിപരീതമാകുമ്പോഴത്തേക്ക് അത് നടത്താൻ പാടില്ല. സംസ്കാരം നിലനിർത്തണമെന്നേ അത് പാടില്ല. ഹായ്, മൈസെൽഫ് ഷാലിൻ എലിസബി. യോഗ തന്നെ ആദ്യം വന്നപ്പോൾ കുറെ പേര് എതിർത്തവരുണ്ട്. സൂംബ എന്ന് പറയുന്ന ഒരു നൃത്ത കലാരൂപത്തിലൂടെ തന്നെ കുട്ടികളെ എക്സസൈസിനെ ഏറ്റവും ഈസി ആക്കി മാറ്റുന്ന ഒരു മാർഗമാണത്. അപ്പോൾ ഒരു എക്സസൈസ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഇന്ന് ടിവിക്കും അതുപോലെ തന്നെ മീഡിയയുടെ മുൻപിലും കമ്പ്യൂട്ടറിന്റെ മുൻപിലും ഇരുന്നിട്ട് ദേഹം അനങ്ങാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സൂംബ ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന സ്ത്രീകൾ സൂംബ ചെയ്യുന്നുണ്ട്. അതിനെ ആരും എതിർത്ത് കണ്ടില്ല. കൊച്ചുമക്കൾ സൂംബ കളിക്കുമ്പോൾ ആർക്കാണ് എന്താണ് നിങ്ങൾക്ക് അതിലുള്ള വിഷമമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു, എവിടെയൊക്കെ സ്പോർട്സിന് പോകുന്നു. അതുപോലെയുള്ള ഒരു ഒരു എക്സസ് ആക്ടിവിറ്റി ഐറ്റം അല്ലേ സൂംബ. ഇനി അതിന്റെ വേഷമാണ് വിഷയമെങ്കിൽ ടെന്നീസ് ഇതിനെ ഉപയോഗിക്കുന്ന വേഷത്തെ വരെ മാറ്റി നിർത്തുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വസ്ത്ര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള അവരുടെ എക്സസൈസ് മാതൃകകളും അംഗീകരിക്കപ്പെടേണ്ടതും അനുകൂലിക്കപ്പെടേണ്ടതുമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ പറയുന്നതിന്റെ പേരിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാറ്റണ്ട എന്നുള്ളത് തന്നെയാണ്. സ്കൂളുകൾ തന്നെയല്ലേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെ കളിക്കുവാനും ഇതിനൊക്കെയുള്ള ഒരു ഇടം. സോ ഐ റെസ്പെക്ട് ദാറ്റ് വൺ ആൻഡ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു സൂംബ, കാരണം ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഹായ്, ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സൂംബ ഡാൻസ് കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അവരെ വഴിതെറ്റിക്കുമോ? ഡ്രസ്സിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അല്പവസ്ത്രം എന്നത് ഒരു ചർച്ചാ വിഷയമാകേണ്ടതുണ്ടോ? ഭരണവിരുദ്ധ വികാരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി PR ഏജൻസി വഴി ചില ഞാഞ്ഞൂലികളെ ഇങ്ങനെ ഇളക്കി വിട്ടതാണെന്നും കുറച്ച് അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് അഭിപ്രായങ്ങളോടാണ് യോജിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ. ഇപ്പോൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്.
ഒരുപാട് വീഡിയോസ് അടുത്ത് ഉടനെ ഞങ്ങളുടെ ചാനലിൽ വരുന്നുണ്ട്. സോ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.